ഭീഷണി വകവയ്ക്കാതെ ഹോർമുസ് കടൽ ഇടുക്കിലൂടെ കടന്നുപോയ 10 ഓയിൽ ടാങ്കറുകൾ ആക്രമിച്ചതായി ഇറാൻ. സംഘർഷം രൂക്ഷമായതോടെ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി. യുദ്ധക്കപ്പലുകൾക്കെതിരെയും ഇറാൻ്റെ ആക്രമണം. ഹോർമുസിലൂടെയുള്ള എണ്ണ ഗതാഗതം പ്രതിസന്ധിയിലായതോടെ ഇറാഖ് എണ്ണയുൽപ്പാദനം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു. ഐസൻ ജോസ് വീണ്ടും ചേരുന്നു ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ്, എന്നിട്ടും ഭീഷണി വകവയ്ക്കാതെ കടലിടുക്കിലൂടെ കടന്നുപോയ 10 ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കില്ലേ? തീർച്ചയായും ഈ നീക്കം, അതായത് ഹോർമുസ് കടലിടുക്കിലെ ഇന്നലെയാണ് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതിന് പിന്നാലെ ഇപ്പോൾ ആ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 10ഓളം ടാങ്കറുകൾ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അടച്ചതിന് ശേഷം ആ പരിസരത്തേക്ക് വരരുത്, വന്നാൽ തീയിടുമെന്നായിരുന്നു ഇന്നലത്തെ ഭീഷണി. തീയിടും എന്ന കൃത്യമായ ഭീഷണി തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തീയിടുമെന്ന ഭീഷണി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതുവഴി കടന്നു വന്ന 10ഓളം കപ്പലുകളെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രതിരോധ സേനയുടെ ഭാഗമായുള്ള വിഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കടലിടുക്കാണ്. നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച വിഷയങ്ങളെല്ലാം തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭാരതത്തിനുൾപ്പെടെ ബാധിക്കാവുന്ന രീതിയിൽ ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാഖ് ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ 30 ലക്ഷം ബാരൽ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ടാങ്കറുകൾക്ക് നേരെയും ഒരു യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അത് അടച്ചു എന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അടച്ചു എന്ന നിലപാട് അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു ഇസ്രായേൽ സേനയും അതുപോലെ തന്നെ US സേനയും എല്ലാം അറിയിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള തടസ്സം വരുത്തുന്നില്ല എന്ന നിലപാട് ഉണ്ടായിട്ടില്ല എന്ന നിലപാട് ഈ അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷിയായ ഇസ്രായേലും മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിശക്തമായ ആക്രമണം അവിടെ നടക്കുന്നു എന്ന നിലപാടാണ് ഈ IRGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, IRGC നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും 10ഓളം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. ഒരു യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവമേറിയ മറ്റൊരു ചർച്ച കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. ജൂണിൽ നടന്ന ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം ഈ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ളൊരു നീക്കമായി മാറാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. കുറേ കൂടി ശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം തുറക്കുന്നൊരു പശ്ചാത്തലം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഭീഷണി വകവയ്ക്കാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 10 ഓയിൽ ടാങ്കറുകൾ ആക്രമിച്ചതായി ഇറാൻ. സംഘർഷം രൂക്ഷമായതോടെ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി. യുദ്ധക്കപ്പലുകൾക്കെതിരെയും ഇറാൻ്റെ ആക്രമണം. ഹോർമുസിലൂടെയുള്ള എണ്ണ ഗതാഗതം പ്രതിസന്ധിയിലായതോടെ ഇറാഖ് എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു. ഐസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.